ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളുടെ വാട്ടർ ചേഞ്ച് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഗ്രോത്ത് അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ആദ്യത്തെ 6 ടബുകളിലാണ് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ അല്ലെങ്കിൽ ഡാൽമേഷ്യൻ ക്യാറ്റ് ഫിഷുകൾ കിടക്കുന്നത്. അവസാനത്തെ 2 ടബുകളിൽ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ടബുകളിൽ നമ്മൾ പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങളെയാണ് ഇട്ടിട്ടുള്ളത്. മുമ്പ് നമ്മൾ 6 ടബുകളിലായിട്ട് മിക്സ് ആയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ആൽബിനോ ക്യാറ്റ് ഫിഷുകളെയും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ എല്ലാവരെയും സെപ്പറേറ്റ് ആക്കി. അതായത് ആൽബിനോകളുടെ കൂടെ നമ്മൾ ആൽബിനോകൾ മാത്രമാണ് ഇടുന്നത്. അതുപോലെ തന്നെ സ്പോട്ടഡുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്വാണ്ടിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിലും ഓരോ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ആൽബിനോ ക്യാറ്റ് ഫിഷുകളാണെങ്കിൽ ഇതിനകത്ത് 2 ടബുകളിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഒരെണ്ണത്തിൽ 2 എണ്ണം, പിന്നെ വേറൊരു ടബിൽ 4 എണ്ണത്തിനെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ടോട്ടൽ 6 എണ്ണമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെ അതിനെ ഡാൽമേഷ്യൻ ക്യാറ്റ് ഫിഷുകളെന്നും പറയാറുണ്ട്. അത് 4 ടബുകളിലായിട്ടാണ് കിടക്കുന്നത്. സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളുടെ ഇടയിൽ ചെറിയ അഗ്രഷൻ കൂടുതലായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഫൈറ്റ് നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് സംശയം തോന്നിയതുകൊണ്ട് 2 എണ്ണത്തിനെ നമ്മൾ ഒറ്റയ്ക്ക് 2 ടബുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 4 ടബുകൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നത്. 6 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. 2 ആൽബിനോ ആണെങ്കിലും സ്പോട്ടഡ് ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് 6 എണ്ണം വീതമാണ്. അപ്പോൾ ഈ കാണുന്ന ആദ്യത്തെ ടബിലാണ് നമ്മുടെ 2 ആൽബിനോ ക്യാറ്റ് ഫിഷുകൾ കിടക്കുന്നത്. ഈ കാണുന്ന ടബിലാണ് ബാക്കി 4 എണ്ണത്തിനെ നമ്മൾ ഇട്ടിട്ടുള്ളത്. ആൽബിനോ ക്യാറ്റ് ഫിഷുകൾ 6 എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഏറ്റവും ആദ്യം വാങ്ങിയ 2 എണ്ണമാണ് ഈ കാണുന്ന ടബിലുള്ളത്. ഈ കാണുന്ന ടബിൽ പിന്നീട് നമ്മൾ വാങ്ങിച്ചതാണ്. പല തവണയായിട്ട് 2 തവണയായിട്ട് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ കാണുന്ന ടബിൽ കിടക്കുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ 2 ആൽബിനോ ക്യാറ്റ് ഫിഷുകൾ. ഇവരാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ. ഇവരെ നമ്മൾ വാങ്ങിയിട്ട് കൃത്യം 9 മാസമാണ് ആയിട്ടുള്ളത്. അതായത് ഇവരുടെ 9 മാസത്തെ ഗ്രോത്ത് അപ്ഡേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവർക്ക് 2 പേർക്കും 9 മാസത്തെ ഗ്രോത്ത് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ്. ഇവർ നല്ല ഫാസ്റ്റായിട്ട് വളർന്ന മീനുകളാണ്. നമ്മൾ തീരെ ചെറിയ സൈസിലാണ് ഇവരെ വാങ്ങിയത്. നമ്മുടെ ഏറ്റവും പഴയ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ബേബി സൈസിലാണ് ഇവരെ വാങ്ങുന്നത്. ആ ഒരു സൈസിൽ നിന്ന് ഒരു 6 ഇഞ്ച് വരെയൊക്കെ ഇവർ ഈ ടബിൽ പെട്ടെന്ന് വലുതാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. വളരെ സ്ലോ ആവും. കാരണം ഈ ഒരു ടബിനകത്ത് സ്പേസ് വളരെ കുറവായതുകൊണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വലിയ സ്പേസ് കൊടുക്കുന്നതാണ് നല്ലത്. ഇവർക്ക് ഒരു സെപ്പറേറ്റ് ടാങ്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. പക്ഷേ ഇതുവരെ നമുക്ക് അതിനുള്ളൊരു സമയം ഒത്തു വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 എണ്ണത്തിനെ പിടിച്ചു മാറ്റി ഈ കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇതിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റ് കാണിക്കാറുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ 2 എണ്ണം. 9 മാസമാണ് പ്രായമായിട്ടുള്ളത്. പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് 9 മാസമാണ് ആയിട്ടുള്ളത്. നമ്മൾ വാങ്ങിയ സമയത്ത് തീരെ ചെറിയ സൈസായിരുന്നു. നിങ്ങൾ പെറ്റ് ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. തീരെ ചെറിയൊരു സൈസാണ്. ഇപ്പോൾ ഇവരുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തെ സൈഡിൽ കിടക്കുന്നതാണ് ഏറ്റവും വലുത്. വലത്തെ ഭാഗത്ത് കിടക്കുന്നത് കുറച്ച് ചെറുതാണ്. വലുതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് കുറച്ച് നീളം കുറവാണ്. വലുതിൻ്റെ സൈസ് ഏകദേശം ഒരു 9 ഇഞ്ചോളം വരുന്നുണ്ട്. അതുപോലെ രണ്ടാമത് കിടക്കുന്നത്, അതായത് വലത്തെ വശത്ത് കിടക്കുന്നതിൻ്റെ സൈസ് ഏകദേശം 8 ഇഞ്ചാണ് വരുന്നത്. നല്ല ആക്റ്റീവാണ്, നല്ല ഹെൽത്തിയാണ് ഈ 2 എണ്ണം. നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ സ്പേസിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു വലിയ സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വലുതാവും. വളരെ ഇമ്പ്രസീവാണ് ഇവരുടെ ഗ്രോത്ത്. വളരെ ഫാസ്റ്റാണ് ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെയർ ചെയ്യാനും വളരെ എളുപ്പമാണ്. വെള്ളമൊന്നും കുറച്ചൊന്നും മോശമായി കഴിഞ്ഞാലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ്. ഫുൾ ബോഡി വൈറ്റ് ആണ്, കണ്ണ് റെഡാണ്. പിന്നെ ഇവരുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് മെയിലും ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും കുറേ നാളത്തെ ഒരു ഒബ്സർവേഷൻ വെച്ച് നമുക്ക് ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് അത് 100% ഉറപ്പാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. മെയിലിനാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലിം ആയിട്ടുള്ളൊരു ബോഡി ആയിരിക്കും. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വയറുഭാഗം കുറച്ച് വീർത്തിരിക്കും. ഈ കാണുന്നത് ഒരു പെയറാണെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു മുമ്പ് നമ്മൾ കാണുമ്പോഴൊക്കെ. ഈ വലിയ സൈസ് മെയിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ചെറിയ സൈസ് നമുക്ക് ഫീമെയിലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ മുമ്പ് നമ്മൾ കാണുമ്പോൾ ഈ ഫീമെയിലിൻ്റെ വയറുഭാഗം കുറച്ച് വീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് സ്ലിം ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് മെയിലും ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ. പിന്നെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളും തമ്മിൽ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്വഭാവമാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ സമയത്തൊക്കെ അവർ കുറച്ച് അഗ്രസീവ് ആയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. പക്ഷേ അവർ നീന്തി വരുന്നതൊക്കെ വളരെ സ്മൂത്താണ്. അതായത് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണെങ്കിൽ അവർ ബോഡി ഒന്ന് വെട്ടിച്ചാണ് മൂവ് ചെയ്യുന്നത്. അതായത് വളരെ പേടിയുള്ളതുപോലെ
ഇവർക്കൊക്കെ നമ്മൾ പെല്ലറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ മുകളിൽ വന്നിട്ട് വളരെ ധൈര്യമായിട്ട് തന്നെ കഴിക്കും. ആൽബിനോകളാണെന്നുണ്ടെങ്കിൽ. സ്പോട്ടഡ് കാറ്റ്ഫിഷുകളാണെങ്കിൽ വളരെ പേടിച്ചാണ് കഴിക്കുന്നത്. മാത്രമല്ല അവരുടെ ബോഡി അവർ മൂവ് ചെയ്യിക്കുന്നത് വളരെ സ്വിഫ്റ്റായിട്ടാണ്. അതായത് വെട്ടിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് അഗ്രസീവായിട്ട് നമുക്ക് തോന്നി. അതേസമയം ആൽബിനോകളാണെങ്കിൽ വളരെ സ്മൂത്തായിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്, അതായത് സ്വിമ്മ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ നമ്മൾ 2 എണ്ണത്തിന് ഇട്ടാലും 4 എണ്ണത്തിന് ഒരുമിച്ച് ഇട്ടാലും ഇതേവരെ യാതൊരു രീതിയിലുള്ള അഗ്രഷൻ നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഒന്ന് മറ്റൊന്നിനെ ചേസ് ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആൽബിനോകളുടെ കാര്യമാണ് പറയുന്നത്. അതേസമയം സ്പോട്ടഡ് കാറ്റ്ഫിഷുകളാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 4 എണ്ണത്തിനൊക്കെ ഒരു ടബിലിട്ട് കഴിഞ്ഞാൽ അതിൽ തമ്മിൽ നല്ല രീതിയിൽ ചേസിങ് നടക്കുന്നുണ്ട്. അത് മെയിലും ഫീമെയിലും തമ്മിൽ മെയ്റ്റിങ്ങിൻ്റെ ഭാഗമായി ചേസ് ചെയ്യുന്നതാണോ അതോ മെയിലും തമ്മിൽ അഗ്രസീവായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ആൽബിനോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഒറിജിനൽ വെറൈറ്റിയിൽ നിന്ന് ആൽബിനിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ടാണ് ഇവർ ആൽബിനോകളായി മാറുന്നത്. അതായത് പിഗ്മെൻറ്റേഷൻ ലോസ് ആയിട്ടാണ് ആൽബിനോ വെറൈറ്റി ഉണ്ടാകുന്നത്. ആൽബിനിസം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതായത് ഇവരുടെ ശരീരത്തിലുള്ള പിഗ്മെൻറ്റേഷൻ നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയാണ് ഇവരുടെ ശരീരം വെളുത്ത് വരുന്നതും അതുപോലെ കണ്ണിൻ്റെ നിറം റെഡായി മാറുന്നതും. ഇങ്ങനെ ആൽബിനിസം സംഭവിച്ച മീനുകളെ പിടിച്ച് സെലക്റ്റീവ് ബ്രീഡിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ആൽബിനോ വെറൈറ്റി ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന എല്ലാ ആൽബിനോ വെറൈറ്റികളും ഇത്തരത്തിൽ നാച്ചുറലായിട്ട് ഉണ്ടായതാണോ അതോ ലബോറട്ടറിയിൽ ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി ഉണ്ടാക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പില്ല. എങ്ങനെയാണെങ്കിലും ആൽബിനോ വെറൈറ്റി എന്ന് പറയുന്നത് അഗ്രഷൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഈ ആൽബിനോയുടെ ആൽബിനിസം സംഭവിക്കാത്ത ഒറിജിനൽ വെറൈറ്റി അതൊരു ബ്ലാക്ക് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബ്ലാക്ക് കളറിലുള്ള ഒറിജിനൽ വെറൈറ്റിക്കായിരിക്കും ഏറ്റവും അഗ്രഷൻ കൂടുതലായിട്ട് വരുന്നത്. ആ ബ്ലാക്ക് കളറിലുള്ള ഒറിജിനൽ വെറൈറ്റിയും ആൽബിനിസം സംഭവിച്ചിട്ടുള്ള ഈ ആൽബിനോ വെറൈറ്റിയും തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യിച്ചിട്ടാണ് ഈ ഒരു സ്പോട്ടഡ് കാറ്റ്ഫിഷിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾക്ക് ആൽബിനോ കാറ്റ്ഫിഷുകളെക്കാളും അഗ്രഷൻ കൂടുതലാണ്. കാരണം ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ബ്ലാക്കിൻ്റെ ആ ഒരു അഗ്രഷൻ സ്പോട്ടഡിൽ വരുന്നുണ്ട് ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അഗ്രഷൻ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ വളർത്തുന്ന ടബിൽ നമ്മൾ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ടബിൽ നമ്മൾ പെയറാണെന്ന് വിചാരിക്കുന്ന 2 സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നാളെ കാണിക്കാം. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആൽബിനോനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും നമ്മൾ മറ്റേതിനെക്കുറിച്ച് കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതായത് സ്പോട്ടഡ് കാറ്റ്ഫിഷും ഈ ഒരു ആൽബിനോ കാറ്റ്ഫിഷും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടബിൽ സ്പോട്ടഡ് കാറ്റ്ഫിഷിൻ്റെ 2 എണ്ണം കിടക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് ഫീമെയിലായിട്ടാണ് തോന്നിയിട്ടുള്ളത്, ഒരെണ്ണം മെയിലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മെയിലിൻ്റെ ബോഡി സ്ലിമ്മാണ്, ഫീമെയിലിൻ്റെ ബോഡി അവരുടെ ആ ഒരു പെക്ടോറൽ ഫിൻസ് കഴിഞ്ഞിട്ട് വയറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബൾജ് നമുക്ക് കാണാം. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ചേസ് അഗ്രസീവായിട്ട് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. അവർ പെയറായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അത് മെയ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചേസിങ് ആണ്. പക്ഷേ അത്തരത്തിൽ മെയ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചേസിങ് ഇതുവരെ നമുക്ക് ആൽബിനോകളിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ വേറൊരു ടബിൽ നമ്മൾ വേറൊരു പെയറിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മെയിലും ഫീമെയിലും ആണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അതിനകത്ത് അത് സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ തന്നെയാണ് 2 എണ്ണം. അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ 2 സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ വളരെ അഗ്രസീവായിരുന്നു. അവരുടെ വെള്ളം ടബിൽ നിന്ന് തുളുമ്പി പുറത്തേക്ക് പോകാറുണ്ടായിരുന്നു. അത്രയ്ക്ക് അവർ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് വെള്ളം ഇങ്ങനെ ഇളകി മറിയുന്നത് കാണാം. അങ്ങനെ ബാക്ക് ടു ബാക്ക് അവർ നിർത്താതെ അഗ്രസീവ് ആവുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് മെയിലും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണോ അതോ മെയിലും ഫീമെയിലും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ മെയ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചേസ് ചെയ്യുന്നതാണോ. പക്ഷേ ആ ഒരു ചേസിങ് വളരെ അഗ്രസീവായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മീനിന് പ്രശ്നം വരുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ അവരെ ഇൻഡിവിജ്വലായിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇനി സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവരുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും ഒക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ 2 ആൽബിനോ കാറ്റ്ഫിഷുകളെ നമ്മൾ തിരിച്ച് അവരുടെ ടബിലേക്ക് തന്നെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളം ഇപ്പോൾ ടോപ്പപ്പ് ചെയ്യുന്നില്ല. നമ്മളൊരു കാഭാഗം വെള്ളം മാത്രമാണ് ഇപ്പോൾ നിറച്ചിട്ടുള്ളത്. നമ്മൾ അവസാനം നെറ്റൊക്കെ മൂടിയതിന് ശേഷം നെറ്റിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മുക്കാഭാഗം ഈ ടബിൻ്റെ മുക്കാഭാഗത്തോളം നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകൾ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇത് മൂടുന്നത് അവസാനമാണ്. അപ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാഭാഗം നിറച്ച് വെച്ച് നമ്മൾ അവസാനം നെറ്റൊക്കെ മൂടിയതിന് ശേഷം നമ്മൾ ആ നെറ്റിൻ്റെ മുകളിൽ കൂടെ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ 2 ആൽബിനോ കാറ്റ്ഫിഷുകൾ. ഇതിലാണ് നമ്മുടെ ബാക്കിയുള്ള 4 ആൽബിനോ കാറ്റ്ഫിഷുകൾ കിടക്കുന്നത്. എല്ലാ ടബുകളിലും നല്ല രീതിയിൽ ആൽഗി വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ വെള്ളം പെട്ടെന്ന് തന്നെ മോശമാവും.
ആൽഗയൊക്കെയുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള നാച്ചുറൽ ഫിൽട്രേഷനൊക്കെ അതിനകത്ത് നടക്കും. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ നമ്മൾ 50% വെള്ളം മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഫുൾ വാട്ടർ ചേഞ്ച് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വെള്ളം മുഴുവൻ നമ്മൾ വലിച്ച് കളഞ്ഞ് ഫ്രഷ് വെള്ളം കാഭാഗത്തോളം നമ്മൾ നിറച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഒരു ടബിൽ കിടക്കുന്ന 4 ആൽബിനോ കാറ്റ്ഫിഷുകൾ. ഇവരെ നമ്മൾ പലതവണയായിട്ട് വാങ്ങിയതാണ്. ഇതിൽ കാണുന്ന ഏറ്റവും വലുത് എനിക്ക് തോന്നുന്നു വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസത്തോളം ആയിട്ടുണ്ട്. പിന്നെ കാണുന്ന 2 എണ്ണം കുറച്ച് ചെറുതാണ്. അവർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മാസം 3 മാസം ആ ഒരു ടൈമാണ് ആയിട്ടുള്ളത് വാങ്ങിയിട്ട്. ഇവരെ നമ്മൾ 4 പേരെ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ചെറിയ രീതിയിൽ ബാധിക്കും. നമ്മൾ എണ്ണം കുറച്ചിടുന്നതാണ് എപ്പോഴും നല്ലത്. എണ്ണം കൂട്ടിയിടും തോറും ആ ചെറിയ സൈസുകളുടെ ഗ്രോത്ത് ഒന്ന് സ്റ്റോപ്പാകും എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആവും. ഈ വലിയ 2 എണ്ണമായിരിക്കും പെട്ടെന്ന് വലുതാവുന്നത്. ചെറുത് എപ്പോഴും ആ ഒരു സൈസിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരേ സൈസിലുള്ളതിനെ തന്നെ സെലക്ട് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് ഈ 2 വലുതിനെ നമ്മൾ ഒരു ടബിലും ബാക്കി 2 ചെറുതിനെ നമ്മൾ സെപ്പറേറ്റ് ടബിലായിട്ട് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ടബ് ഒഴിവില്ലാത്തത് കൊണ്ടാണ് ഈ 4 എണ്ണത്തിനെയും നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽബിനോ കാറ്റ്ഫിഷുകളെ നമ്മൾ ഒരുമിച്ചിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ 4 എണ്ണത്തിനെയൊന്നും ഒരുമിച്ചിട്ടാൽ നമ്മൾ ഇതുവരെ യാതൊരു അഗ്രഷനും കണ്ടിട്ടില്ല. ഇവർ വളരെ ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എല്ലാവരും കൂളായിട്ടാണ് നടക്കുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവ് ആവുന്നതൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. സ്പോട്ടഡ് കാറ്റ്ഫിഷുകളിലാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ആരെങ്കിലും ഈ കാറ്റ്ഫിഷുകളെ വാങ്ങാനായിട്ട്, ഇത്തരത്തിലുള്ള കാറ്റ്ഫിഷുകളെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൽബിനോകളെ മേടിച്ച് വളർത്തുന്നതായിരിക്കും ആദ്യം നല്ലത്. അതിനുശേഷം സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ വാങ്ങുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ആൽബിനോകളെയും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെയും ഒരുമിച്ച് ഇടാതിരിക്കുന്നതാണ് നല്ലത്. സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ കാരണം ചിലപ്പോൾ പണി കിട്ടുന്നത് ആൽബിനോകൾക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ആൽബിനോ കാറ്റ്ഫിഷുകളും അതുപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളും അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്ന മീനുകളാണ്. നമുക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷനൊന്നും യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിലും ഇൻ്റർനെറ്റിൽ നിന്നൊന്നും നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇവർ ഏകദേശം 2 അടി വരെ വളരുമെന്നാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള സ്ഥലത്തിലേക്കാണ് ഇവരെ ഇറക്കി വിടുന്നതെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ ഇവർ വയ്ക്കും. നമ്മൾ ഇവരെ ചെറിയ സ്പേസിൽ വളർത്തിയതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിട്ട് നടക്കുന്നത്. ഈ കാണുന്ന 2 എണ്ണത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നല്ല ഫാറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്ത് ബൾജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഫീമെയിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ആൽബിനോ കാറ്റ്ഫിഷുകളിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഫാറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം സ്പോട്ടഡ് കാറ്റ്ഫിഷുകളിലാണെങ്കിൽ മെയിലിനെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഫീമെയിൽ ഇതുപോലെ തന്നെ നല്ല തടിച്ചു കൊഴുത്ത് വയറിൻ്റെ ഭാഗം വീർത്താണ് ഇരിക്കുന്നത്. മെയിലാണെന്നുണ്ടെങ്കിൽ നല്ല സ്ലിമ്മാണ്. അത് ഞാൻ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരിൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ആൽബിനോകളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം നല്ല രീതിയിൽ തടിച്ചു കൊഴുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല മെയിലും ഫീമെയിലും ഏതാണെന്നുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ 2 വലുതിനെ കാണിച്ചു. അതിനകത്ത് ഏറ്റവും വലിപ്പമുള്ളത് നമുക്ക് മെയിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈവൺ അത് തടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറ് ഭാഗത്ത് ഒരു ബൾജ് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറുത്, അതായത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെയർ മുമ്പ് വയർ ഭാഗത്ത് ബൾജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു വലുതിൻ്റെ പോലെ വയറിൻ്റെ ഭാഗത്ത് ബൾജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആൽബിനോ കാറ്റ്ഫിഷിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വരുന്നത്, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം. കാരണം എല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇരിക്കേണ്ടത്, നന്നായിട്ട് തടിച്ചു കൊഴുത്താണ് ഇരിക്കുന്നത്. അതേസമയം സ്പോട്ടഡ് കാറ്റ്ഫിഷുകളിൽ നേരത്തെ പറഞ്ഞ പോലെ മെയില് വളരെ സ്ലിമ്മാണ്, വയറിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര സ്ലിമ്മാണ്. അതേസമയം ഫീമെയിലാണെങ്കിൽ ഇതേപോലെ തന്നെ ഫാറ്റായിട്ട് വയറ് ഭാഗം വീർത്താണ് ഇരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചേസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അതായത് മെയിലും ഫീമെയിലും തമ്മിൽ മെയ്റ്റിങ്ങിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ഇവർ ചേസ് ചെയ്യുന്നതും ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാൽ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളിൽ നമുക്ക് ലുക്ക് നോക്കിയും ബോഡി ഷേപ്പ് നോക്കിയും അതുപോലെ ചേസ് ചെയ്യുന്നത് നോക്കിയും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൽബിനോ കാറ്റ്ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെയും ഒക്കെ വാങ്ങി വളർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ വളരുന്ന മീനുകളാണ്. നല്ല രീതിയിൽ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ വളർന്ന് വലുതാവും. വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നേരത്തെ റെക്കമെൻഡ് ചെയ്ത പോലെ ആദ്യം ആൽബിനോകളെ വാങ്ങി വളർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചിട്ടാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അതേസമയം സ്പോട്ടഡുകളെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളുടെയും വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മളത് ഉൾക്കൊള്ളിക്കുന്നില്ല. അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അധികം ദിവസമൊന്നും എടുക്കില്ല, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളുടെയും വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൽ കൂടുതൽ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഫീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് സാധാരണ പെല്ലറ്റ് ഫുഡ് തന്നെയാണ്. നമ്മൾ പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പെല്ലറ്റ് ഫുഡ് തന്നെയാണ്. അത് ചെറിയ സൈസ് മുതൽ നമ്മൾ ആ ഒരു സൈസിനനുസരിച്ചുള്ള പെല്ലറ്റാണ് കൊടുക്കുന്നത്. തീരെ ചെറിയ സൈസിൽ നമ്മൾ ബീറ്റ ഫിഷിന് കൊടുക്കുന്ന ആ ഒരു ചെറിയ പെല്ലറ്റാണ് കൊടുത്തിരുന്നത്. പിന്നെ വലുതായി വരുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള പെല്ലറ്റുകൾ അവൈലബിൾ ആണ് പെറ്റ് ഷോപ്പുകളിൽ. അപ്പോൾ ആ ഒരു സൈസ് അനുസരിച്ച്, ഇവരുടെ മൗത്ത് സൈസ് അനുസരിച്ച് ഏതാണ് ഇവർക്ക് സൂട്ടബിൾ ആയിട്ട് വരുന്നത് ആ ഒരു പെല്ലറ്റാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇവർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും, ഓവറായിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷേ ഓവറായിട്ട് ഇവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവരുടെ വയറ് നല്ല രീതിയിൽ വീർത്തിരിക്കുന്ന കാണാം. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഫുഡ് നമ്മൾ കൊടുക്കുക, ഓവറായിട്ട് ഒരിക്കലും ഫീഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇവർ ഇത്തിരി അഴുക്കായ വെള്ളത്തിലും സർവൈവ് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാതിരിക്കരുത്. വാട്ടർ ചേഞ്ച് കറക്റ്റ് സമയത്ത് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവരെ നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ഭാഗം വെള്ളത്തിൽ നിർത്തിയതിന് ശേഷം നമുക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് എടുത്തത് നമ്മൾ ഈ ഒരു ഗ്രോത്ത് അപ്ഡേറ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ആ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇവരെ ഈ ഒരു ടബിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് വെച്ച് തന്നെ നമുക്ക് ഭാഗം വെള്ളം വെച്ച് അതിന് ശേഷം പിന്നെ ഫ്രഷ് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ കയ്യിലുള്ള 6 ആൽബിനോ ക്യാറ്റ് ഫിഷുകൾ. അപ്പോൾ അവരുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും നമ്മൾ ചെയ്തു. ഇനി വരാനിരിക്കുന്നത് നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും ആണ്. അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.